ഹോസ്പിറ്റലിൽ വരെ പോയി. ഞാൻ ഈ ആന്റിബോഡി മേടിക്കുന്ന മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചു. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ചു. അത് എങ്ങനെയാലും ആ ക്യാൻസർ വന്നാൽ കൊച്ചു ആരോട് തെണ്ടുന്നില്ല. അതെങ്ങനെയാലും ചികിത്സിക്കുവോ, മരിക്കുവോ, ജീവിക്കുവോ, എന്ത് വേണം ചെയ്യട്ടെ. എന്തേലും ചെയ്യട്ടെ, അസുഖല്ലേ എന്ന് പറഞ്ഞിട്ട് വിട്ടതിന്റെ ആണ് തള്ളേ നിങ്ങൾ പിന്നെയും പിന്നെയും ഇപ്പൊ ഇങ്ങോട്ട് ഇതുപോലുള്ള സംസാരമായിട്ട് വരുന്നത്. മനസ്സിലായോ? അസുഖമാണ്, അവരെന്തേലും ചെയ്യട്ടെ, എങ്ങനെയും കുറച്ച് പൈസ ഉണ്ടാക്കിയോട്ടെ, അവരെ ഇനി വിട്ടേക്ക്, ഇനി എടുത്ത് ഉടുക്കണ്ട എന്ന് വിചാരിച്ചപ്പോ തള്ളക്ക് അത് പറ്റൂല. എങ്ങനെയെങ്കിലും ഒക്കെ പിന്നെയും കേറി പ്രശ്നം ഉണ്ടാക്കി അത് ചർച്ചയായി വിവാദമായിട്ട് അടങ്ങിയേ പറ്റത്തുള്ളൂ, അല്ലേ? കിച്ചുവിനെ കാണാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഞാൻ എന്തുമാത്രം സ്നേഹിച്ച കുട്ടിയായിരുന്നു അറിയോ. കാരണം നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ അമ്മയെന്ന് വിളിച്ച ഒരു കുട്ടിയായിരുന്നു. അപ്പൊ ഞാൻ ഒരുപാട് ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു. 2016 ലാസ്റ്റാണ് സൂചാരൻ എനിക്ക്. ഞാൻ അന്നത്തെ പാടുമായിരുന്നു. ഞാനൊരു പാട്ട് പാടിക്കോട്ടെ, എനിക്കിങ്ങനെ തോന്നുന്നു. എവിടെന്നാണോ എന്തോ പെട്ടെന്ന് കണ്ണീരൊക്കെ വരുന്നേ. ഇവരാര്? അന്യനോ? ഈ അന്യൻ അമ്പി ആ ഒരു ടൈപ്പാണ് ഇവര്. പെട്ടെന്ന് അങ്ങ് കരച്ചിൽ വരും, ആ കരച്ചിൽ അങ്ങ് ആവിയായി പോവും. കിച്ചുതേ ഇത് കണ്ടോ, അവനാണ് അത് അവനാണ് അതിന് തിരിച്ചു പറയുന്നത്. എന്റെ അമ്മേനെ വിളിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ഞാൻ അവനോട് പറയാറ് പങ്കുവെക്കുമായിരുന്നു. അതിനുശേഷം സബ്സ്ക്രിപ്ഷൻ തുടങ്ങി എന്ന് പറഞ്ഞ അന്ന് തന്നെ ഞാൻ കിച്ചുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. മെസ്സേജ് വിളിച്ചിട്ട് കിട്ടത്തില്ല, ചില സമയം അവനെ എടുക്കത്തില്ല. ഞാൻ മെസ്സേജ് അയച്ചു, അതിന്റെ തെളിവ് ഞാൻ കാണിച്ചായിരുന്നല്ലോ. അവൻ ഗുഡ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ അതിന്റെ അകത്ത് പോയിട്ട് ഇമാതിരി തുണി കഴിച്ച ആട്ടം ആടുകയാണെന്നുള്ളത് അവൻ അറിയത്തില്ലല്ലോ. അത് അറിഞ്ഞു കഴിയുമ്പോ അവൻ തിരിച്ചു വന്ന് പറഞ്ഞല്ലോ, ഇമാതിരി പണി കാണിക്കരുത്, ഒരന്യൻ വളർന്നു വരുന്നുണ്ട്. നിങ്ങൾ അതിന്റെ അകത്ത് കയറിയിട്ട് ഇമാതിരി വൃത്തികേടാണ് കാണിക്കുന്നതെന്ന് അവനെങ്ങനെ അറിയാം? സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എല്ലാരും തുടങ്ങുന്ന ഒരു സാധനം. അതിന്റെ അകത്ത് നിങ്ങൾ കയറിയിട്ട് ഇമാതിരി വൃത്തികേട് കാണിക്കും എന്ന് അവൻ കരുതി കാണത്തില്ല. അതുകൊണ്ടായിരിക്കും അവൻ ഗുഡ് എന്ന് പറഞ്ഞത്. ഗുഡ് അവൻ അന്ന് അമ്മ വേണ്ട, ഞാൻ ചെയ്യത്തില്ലായിരുന്നു കിച്ചൂറാം, ഇത് വേണ്ട, ശരിയാണ്. ഇതെല്ലാം കഴിഞ്ഞ് പൈസയും മേടിച്ചു കഴിഞ്ഞ് ഇപ്പൊ ഫസ്റ്റ് അയച്ചു കൊടുത്തപ്പോ, ഇപ്പൊ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടിയ ആ ഫസ്റ്റ് എമൗണ്ട് അയച്ചു കൊടുത്തപ്പോ എങ്ങനെയല്ല മോനെ അയച്ചു കൊടുക്കുന്നത്. അവൻ ചോദിക്കുന്ന സമയങ്ങളിൽ ഞാൻ ഓരോന്ന് എന്റെ അക്കൗണ്ടിൽ വരുന്ന കാശ് എടുത്തിട്ട് ഞാൻ അയച്ചു. അമ്മ എന്ന് പറഞ്ഞിട്ട്, അതിപ്പോ പെറ്റമ്മയാണേലും പോറ്റമ്മയാണേലും അമ്മ എന്ന് പറഞ്ഞ സ്ഥാനത്താണ് നിങ്ങൾ കാണുന്നത്. ഞാൻ എന്റെ അമ്മയാണ് എന്ന് പറഞ്ഞ് നടക്കുമ്പോ ഈ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു അമ്മയുടെ കടമയാണ്. അല്ലാണ്ട് നിങ്ങൾ പറയുന്നതായിട്ടാ തോന്നും ഞാൻ എന്തോ ഔദാര്യം അവൻ അങ്ങ് വിളമ്പി അങ്ങ് കൊടുത്തൂന്ന്. ആണോ? കൊടുത്തതും വാങ്ങിയതൊക്കെ വിളിച്ച് അങ്ങ് പറയുക. അതെങ്ങനെ സഹായം ചെയ്തവരെ പോലും ചീത്ത വിളിക്കുന്ന ഇവർക്ക് എവിടെ നന്ദിയും മറ്റേ അഭിമാനമൊക്കെ ഉണ്ടാവാനാ? അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിനകത്ത് കിട്ടിയ ഒരു എമൗണ്ട് ആണെന്ന് ബോധം ഉണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ അന്നേരം എന്താ ഇത് വേണ്ടമ്മ, ഇത് ഇതിനകത്തോടി കിട്ടിയതല്ലേ? ഇതിന്റെ അകത്തുനിന്ന് കിട്ടുന്ന പൈസയാണെന്ന് അവൻ വിചാരിച്ചു കാണത്തില്ല. ഇവർക്ക് സബ്സ്ക്രിപ്ഷൻ മാത്രമല്ലല്ലോ, ഉദ്ഘാടനവും മറ്റേതോ മറിച്ചതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവ അങ്ങനെ വിചാരിച്ചു കാണും. അല്ലാണ്ട് ഇവർ ഈ ഇമാതിരി പണിയെടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസയാണെന്ന് അവ അറിഞ്ഞാണോ? അല്ലെങ്കിൽ ഇവര് പറഞ്ഞാണോ ഞാൻ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടുന്ന പൈസയാണ് നിനക്ക് അയച്ചു തരുന്നതെന്ന് ഇവര് പറഞ്ഞോ? അതാണ് എനിക്ക് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അമ്മേനെ എന്താണ് കാണാൻ വരാത്തെന്ന് ജനങ്ങൾ ചോദിക്കുമ്പോ ഒരു ന്യായം പറയാൻ വേണ്ടിട്ട് ഒരു മെസ്സേജ് എനിക്ക് അയച്ചു. അമ്മയെ ഹൃദപ്പം കാണുന്നതല്ലേ. അപ്പൊ ഞാൻ ഇത്രയും ആ മെസ്സേജ് അവൻ കാണിച്ചായിരുന്നല്ലോ, സ്ക്രീൻഷോട്ട്. ഞാനിപ്പോ തിരിച്ചയച്ചു. അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്നില്ലല്ലോ. എത്രയോ പേര് കുടുംബത്തിൽ ഓരോ ബിക്കിനി ഇട്ട് അഭിനയിക്കുന്ന സ്ഥലം, ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല. പണ്ടേ ഞാൻ പറഞ്ഞത് അത് അവരുടെ ഇഷ്ടമാണ്. മാക്സിമം സബ്സ്ക്രിപ്ഷൻ ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഇങ്ങനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അതും ഇതും വെച്ച് കമ്പയർ ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് ബോധമൊന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്ത വീഡിയോസ് ഒക്കെ നിങ്ങൾ തന്നെ ഇരുന്നൊന്ന് കണ്ടു നോക്കുക. കുറച്ച് നാണവമാനം ഉളുപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്തൊരു ഫീല് വരും. ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അമ്മയെ എന്താ പറയാ, അത്രയും ഒരു ഏജുള്ള കുട്ടിയെ ഞാൻ സ്വന്തം മോനായിട്ട് സ്വീകരിക്കണമെങ്കിൽ എന്റെ മനസ്സാലോചിക്കും. എനിക്കൊന്നും കുട്ടികളൊന്നും ഇല്ല. കിച്ചു പിന്നെ ഋതുൽ ഇന്ന് ഇവിടെ ജനിച്ചതെങ്കിൽ അത് കിച്ചുവിന്റെ ആവശ്യപ്രകാരമാണ്. ഞാൻ അങ്ങനെ പറയുന്നതുകൊണ്ടൊന്നും ആർക്കും ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. സുധിച്ചേട്ടൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞാൽ നമുക്ക് കിച്ചു മാത്രം മതി, ഞാൻ സമ്മതിച്ചാണ്, വേറെ ആരും വേണ്ട. കാരണം കുഞ്ഞിന് വിഷമം. ആ സമയത്ത് എന്റെ വീട് അപ്പുവിന്റെ സിനിമ ഒക്കെ ഞങ്ങൾ കാണാറുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് വിഷമമായി, ഇവരെ വേറെ വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ കിച്ചു ഇങ്ങോട്ട് പറഞ്ഞു എനിക്കൊരു അനിയനെ വേണം, അതുകൊണ്ട് മാത്രമാണ് ഋതുലിന്റെ ഇവിടെ ജനിച്ചത്. അനിയനെയോ അനിയത്തെയോ വേണം എന്നാണോ പറഞ്ഞത്? അനിയനെ വേണം എന്നാണോ പറഞ്ഞത്? അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവരായതുകൊണ്ട് ഇവര് പറയുന്ന ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം.
ചിലപ്പോ അവൻ അനിയനോ അനിയത്തിയോ വേണമെന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇവരത് ഈ രീതിയിലാക്കി എടുത്തതാണെന്നും പറയാൻ പറ്റത്തില്ല. ഇവരല്ലേ ആള്. ചക്ക എന്നുള്ളതിന് ഇവരെടുത്തിട്ട് ചുക്ക് എന്നാക്കും. അതാണ് രേണുസുതി. വളരെ ഭയങ്കര വിഷമമുണ്ട്. ഇത്രയും നാൾ ഓടി നടന്നിട്ട് ഇനി ഒരു ഒറ്റ ലക്ഷ്യമുള്ളൂ. ഞാൻ തന്നെ മനസ്സിൽ ഇനി കുറച്ച് കീമോ കഴിയണം, സർജറി ചെയ്യണം, എനിക്ക് എഴുന്നേറ്റ് നടക്കണം, എനിക്ക് പഴയ പോലെ. ഞാൻ പറഞ്ഞു എന്റെ കരീഷ്മ എഴുന്നേറ്റ് നടക്കണം, മുന്നോട്ട് പോകണം. കരീഷ്മ എന്നൊരു ഡയലോഗ് അതിന്റെ ഇടയിൽ വന്നിട്ട് അത് ആര് മുക്കി? നിങ്ങളെ മുക്കിയോ അതോ ടിവിക്കാര് മുക്കിയോ? ഞാൻ വാക്ക് ഇതിന് പകരം ഒരു വാക്കില്ല. എന്ത് വേണം നിങ്ങൾ കുടിക്കുക. രക്തവും മാംസം ഉള്ള ഊറ്റി കുടിച്ചവരില്ലെന്ന് പറഞ്ഞാൽ ഇല്ല, അവരാരും ഇല്ലല്ലേ. അല്ലാത്തവരാണ് എന്നെ കാണാൻ വന്നത്, അല്ലാത്തവരാണ് എന്നെ സഹായിച്ചത്. എനിക്ക് തോന്നുന്നു ഈ ട്രീറ്റ്മെന്റിന്റെ ഒരു നല്ലൊരു ഹ്യൂജ് എമൗണ്ട് എന്തായാലും ആകും. ആ എമൗണ്ടിന്റെ സോഴ്സ് വരെ അന്വേഷിക്കാനായിട്ട് ആൾക്കാരുണ്ട്. ഹോസ്പിറ്റലിൽ വരെ പോയി. ഞാൻ ഈ ആന്റിബോഡി മേടിക്കുന്ന മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചു. അവരത് അന്വേഷിച്ച് നിങ്ങള് ഇത്ര രൂപയുടെ മരുന്ന് മേടിക്കുന്നുണ്ട് എന്നുള്ളത് ആൾക്കാരിൽ എത്തിച്ചത് കൊണ്ടാണ് പെണ്ണുമ്പിള്ളെ ഇന്ന് നിങ്ങള് ഇത്രയും മരുന്ന് അല്ലെങ്കിൽ ഇത്രയും പൈസയുടെ മരുന്ന് യൂസ് ചെയ്യുന്നുണ്ടെന്ന് സംശയമില്ലാതായത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുവരെ എല്ലാവർക്കും നിങ്ങൾ 2 ലക്ഷം രൂപയുടെ മരുന്ന് മേടിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ സംശയമായിരുന്നു. പലരുടെയും വോയിസ് പല സ്ഥലത്ത് നിന്ന് പലരും അയച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്നും കണ്ടില്ലേ? എന്നിട്ട് ഇപ്പൊ ഈ അന്വേഷിച്ച് പോയിട്ട് ആൾക്കാർ അത് കണ്ടുപിടിച്ച് അത് സത്യമാണ് എന്ന് പുറത്തു കൊണ്ടുവന്നതാണോ നിങ്ങൾക്ക് ഇത്ര കുത്തിക്കഴപ്പ്? അല്ലാണ്ട് പിന്നെ ഇവരോടൊക്കെ എന്തുവാ ചോദിക്കണ്ടേന്നേ? എന്റെ ഭർത്താവിന്റെ വീട്ടുകാരോട് ഞാൻ ചോദിച്ചു, എന്റെ വളർത്തുന്നവനോട് ഞാൻ ചോദിച്ചു, ഈ ബ്ലോഗർമാർ എന്നെ വിറ്റ് കാശുണ്ടാക്കിയവരുണ്ടല്ലോ അവരോട് ഞാൻ ചോദിച്ചു. ഒരു നേരത്തെ തെണ്ടി ഞാൻ ചോദിച്ചു. ഈ ഒരു അസുഖം വന്നു, നിങ്ങൾക്ക് വയ്യാതായി എന്ന് കേൾക്കുമ്പം എത്ര വലിയ ശത്രുക്കളാണെങ്കിലും നമുക്ക് അവരോട് ഒരു സഹതാപം തോന്നുകയാണോ? നമ്മൾ അവരോട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമ്മൾ അവരെ സഹായിക്കാം എന്നുള്ള നിലയിൽ എത്തും. പക്ഷേ നിങ്ങൾ ഇവിടെ എന്തുവാ ചെയ്യുന്നേ? ഓരോരോ വിവാദം ഉണ്ടാക്കി ആ മൈൻഡിൽ ഇരിക്കുന്ന ആൾക്കാരെ തന്നെ വീണ്ടും വെറുപ്പിച്ചിട്ട് ഒരു രീതിയിലും അല്ലാതാക്കുന്നു അല്ലേ? അതല്ലേ നിങ്ങൾ ഈ ഇന്റർവ്യൂ കൊടുത്തുകൊണ്ട് ഉണ്ടാക്കുന്നേ? നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഞാൻ പറയാം. എല്ലാം കൂടെ ഒറ്റ ഇതിൽ എനിക്ക് വയ്യ, അതുകൊണ്ടാ. നിങ്ങൾ എന്തൊക്കെയാ അതിൽ വിളിച്ചു പറഞ്ഞേക്കുന്നേ? ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ ഇവിടെ വെച്ചത് നിർത്തുക. കാരണം പറഞ്ഞിട്ട് നമ്മള് അല്ലെങ്കിൽ എന്തേലൊക്കെ ഒരാളോട് പറയുമ്പം അവർക്ക് കുറച്ച് മനസ്സിലാക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്തേലൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടാവും. ഇവരുടെ തലയില് ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താൽ അത് കേറത്തില്ല. ഇവര് പിടിച്ച മുയലിന് എപ്പോഴും 3 or 4 കൊമ്പാണ്. ആ കൊമ്പ് ഇനി എപ്പോ ഒടിഞ്ഞ് താഴെ പോവോ അപ്പൊ ചിലപ്പം നന്നാവുമായിരിക്കും. അല്ലാണ്ട് ഇവരൊന്നും നന്നാവത്തില്ല. അവരങ്ങനെ തീരുമാനിച്ച് നടക്കുക. അല്ലാണ്ട് പിന്നെ എന്തോന്ന് പറയാനാ? ശരി എന്നാ, ടാറ്റ.